ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ വേട്ടയാട് ഇല്ലേ? വേട്ടയാടുന്നില്ലല്ലോ. നിങ്ങൾക്ക് ആർക്കും സംശയമുണ്ടോ? എന്നിട്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? അതായത് കേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇടതുപക്ഷ തുടർഭരണം ഉണ്ടായി. ഇനിയും ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ വരും. ഇടതുപക്ഷം മുന്നോട്ട് പോകും. ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമാണ്. ഞങ്ങൾ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു പോകും. ഞങ്ങൾക്ക് പറയാനുള്ള കൃത്യമായിട്ട് ഞങ്ങൾ പറയും. നിങ്ങൾ എന്തൊക്കെ കൊടുക്കും, എന്തൊക്കെ കട്ട് ചെയ്യുന്ന എനിക്കറിയില്ല. ഞങ്ങൾക്ക് പറയാനുള്ള കൃത്യമായിട്ട് ഞങ്ങൾ പറയും. അത് പറഞ്ഞു പോകും. ഞങ്ങൾക്ക് ഒരൊറ്റ സംശയമുള്ളൂ. കേരളത്തിലെ മാധ്യമങ്ങളിൽ മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഒരു അപവാദ പ്രചരണവും നടത്തിയില്ല. അത് താങ്കൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഇത് ഹിന്ദു പത്രത്തിൽ വന്ന ഒരു ലേഖനത്തെ മാത്രമാണ്. നിങ്ങള് കൊടുത്തിട്ടുള്ള വാർത്തകൾ ഓരോന്നെടുത്തോ. നിങ്ങളത് അന്വേഷിക്കണമായിരുന്നു. അന്വേഷിച്ച് കൈകാര്യം എന്നിട്ട് മാത്രമല്ല പറയട്ടെ നിങ്ങൾ ശക്തമായിട്ട് പറയും. ചിലപ്പോ എന്താ അറിയോ, എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടും. പക്ഷെ നിങ്ങളുടെ മനസാക്ഷിക്ക് നിങ്ങൾ ഡീപ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. ഞാൻ പറയട്ടെ മുഴുവൻ പറയട്ടെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പ്രചരിപ്പിക്കുന്നു, പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു. അത് ശക്തമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷം ഇതിൽ കാട്ടിയിട്ടുള്ള ഒരു വർക്ക്, ഒരു നെക്സസ് ഉണ്ട്. ഞാൻ തുറന്നു പറഞ്ഞില്ല ഇന്നലെ, ഒരു നെക്സസ് ഉണ്ട്. UDFന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായി ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നു. നിങ്ങൾ എത്ര പേര് അത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്? UDFന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായി ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നു. മുന്നണിയിൽ ഇല്ലാന്നേ ഉള്ളൂ, എല്ലാ നിലയിലും സഹായിക്കുകയാണ്. മതന്യൂനപക്ഷ വിഭാഗങ്ങളെ മതവർഗീയവാദികളാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, തീവ്രവാദ മേഖലയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം ഒരു ശക്തികൾ നടത്തുന്നുണ്ട്. ഇടതുപക്ഷം ഇത് രണ്ടിനെയും ശക്തമായിട്ട് എതിർക്കുന്നതാണ്. അത് എതിർത്ത് മുന്നോട്ട് പോകുന്നതാണ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇടതുപക്ഷം പ്രസ്ഥാനം ശക്തമായി നിൽക്കും, ശക്തമായ നിലപാട് സ്വീകരിക്കും. 100-200-ലധികം ആളുകൾ, സഖാക്കൾ RSSനെതിരെ ഫൈറ്റ് ചെയ്തതിന്റെ ഭാഗമായി രക്തസാക്ഷികളായി. 100-200-ലധികം സഖാക്കൾ, ഞങ്ങൾ ഉൾപ്പെടെ ജീവൻ പോയാലും RSSനെ ശക്തമായി എതിർത്ത് പോകും. ആ പ്രസ്ഥാനത്തെ നിങ്ങൾ RSS ആയിട്ട് കൂട്ടിക്കെട്ടാൻ നോക്കില്ല. അതിലും വലിയൊരു ഒരു വൃത്തികെട്ട മാധ്യമ പ്രവർത്തന രീതി ഉണ്ടോ? നിങ്ങൾ പരിശോധിക്കണം. ഇങ്ങനെ പോയാൽ